വീണ ജോർജിന് കുവൈറ്റ് യാത്ര നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ച് മുഖ്യമന്ത്രി. കേരളത്തിന്റെ സംസ്കാരത്തെയാണ് കേന്ദ്ര സർക്കാർ നിഷേധിച്ചതെന്ന് വിമർശനം. അതേസമയം കേന്ദ്ര സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ മറുപടി. വിവാദം അനാവശ്യം എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തീപിടുത്തത്തിൽ 24 മലയാളികൾ മരിച്ച കുവൈറ്റിലേക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജിന് യാത്രാനുമതി നിഷേധിച്ച സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ വിവാദത്തിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ലോക കേരള സഭയിൽ കേന്ദ്രത്തിനെതിരെ വിമർശനത്തിന്റെ മൂർച്ച കൂട്ടി. ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങളെന്തിനാ പോകുന്നതെന്നാണ് ചിലർ ചോദിച്ചത്. അവിടെ എത്തിച്ചേരുക എന്നത് നാടാഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ നാടിന്റെ സംസ്കാരമാണ് കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നത്. എന്നാൽ അത് കേന്ദ്രം നിഷേധിച്ചു എന്നാണ് വിമർശനം. സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിൽ പോകുന്നതിനും തീരുമാനിച്ചിരുന്നു. പക്ഷേ എയർപോർട്ട് വരെ എത്തിയ അവർക്ക് അതിനപ്പുറം പോകാനായില്ല. അത് മന്ത്രിമാർ സഞ്ചരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ക്ലിയറൻസ് വേണം. ആ ക്ലിയറൻസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ സാധാരണഗതിയിൽ പോകാം. പക്ഷേ പോകുന്നതിന് മുൻപ് ക്ലിയറൻസ് ഉണ്ടാകില്ല എന്ന അറിയിപ്പ് തന്നെ കിട്ടി. നിഷേധിച്ച മറുപടി കിട്ടി. കേന്ദ്ര സർക്കാരിന്റെ നടപടി ദൗർഭാഗ്യകരമാണെന്നും യോജിക്കാൻ സാധിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സംസ്ഥാന പ്രതിനിധി പോകാൻ തീരുമാനിച്ചപ്പോൾ 1 മണിക്കൂറിനകം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകേണ്ടതായിരുന്നുവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റായ സന്ദേശമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ആരോഗ്യമന്ത്രിക്ക് ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് കുവൈറ്റിലേക്ക് പോകുന്നതിന് വേണ്ടി കൊടുക്കാതിരുന്നത്. ഇത്തരം സംഭവങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാകുക എന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേന്ദ്രത്തിന്റെ പ്രതിനിധികൾ നേരത്തെ പോയി, സംസ്ഥാനത്തിന്റെ പ്രതിനിധി കൂടി ഉണ്ടെങ്കിൽ അവിടെയുള്ള മലയാളി സംഘടനകളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് കുറെ കൂടി കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ 1 മണിക്കൂറിനകം അവർക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുത്ത് അവരെ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യമായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത്. കുവൈറ്റ് തീപിടുത്തത്തിൽ ദുരിതമനുഭവിക്കുന്ന മലയാളികൾക്കുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന പ്രതിനിധിയെ കുവൈറ്റിലേക്ക് അയക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റ് യാത്രാ അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി നേരത്തെ കുവൈറ്റിലേക്ക് പോയിരുന്നു. കുവൈറ്റിലേക്ക് മന്ത്രി വീണ ജോർജ് പോകേണ്ട അടിയന്തര സാഹചര്യമില്ലെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കുവൈറ്റിൽ എല്ലാ നടപടികളും പൂർത്തിയായെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ കാര്യം, അവിടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെ തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാവുകയും അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അവിടെ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഇത് ചെയ്യേണ്ട കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ ഒരു മന്ത്രിയെ അവിടെ അയച്ച് എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അടിയന്തരമായ മറ്റൊരു സാഹചര്യവുമില്ല. സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പോയി ചെയ്ത് തീർക്കേണ്ട എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഈ അനാവശ്യമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സംഭവത്തിൽ അനാവശ്യമായി വിവാദങ്ങൾ ഉന്നയിക്കരുതെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. It relates to the diplomatic conditions, laws, stipulations, all that. Don't make it a controversy. It's not at all a controversy. People who are really at the helm of affairs when it comes to diplomatic transactions or connects, they are into it. Don't be worried. They are also capable. അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സയും മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു വീണ ജോർജ് കുവൈറ്റ് യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത്. എന്നാൽ ഇന്നലെ രാത്രി 10:30 വരെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കേന്ദ്ര സർക്കാർ നൽകിയില്ല. ഇതേ തുടർന്ന് മന്ത്രി വീണ ജോർജ് യാത്ര ഉപേക്ഷിക്കുകയായിരുന്നു.